അപ്പം മച്ചാന്മാരെ ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിടിലനാല് ട്രിക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ FFൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഗറീനെ ന്യൂ ആയിട്ട് ഗ്ലൈഡർ ആടിയിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് ടൈമിലായിട്ടാണ് റിട്ടേൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഗ്ലൈഡറൊക്കെ യൂസ് ചെയ്യുന്ന തിരക്കി തന്നെ ആവും. അപ്പോൾ നമുക്ക് ഈ ഗ്ലൈഡർ വെച്ചുകൊണ്ട് ഏറ്റവും ഹൈറ്റിൽ എങ്ങനെ പറക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണണ്ടാവും നമുക്ക് ഹൈറ്റിൽ പറക്കാൻ പറ്റും. അപ്പോൾ അതിന് ട്രിക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഗ്ലൈഡർ വെച്ചുകൊണ്ട് തന്നെ ഒരു കിടിലനാല് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അറിയും തോന്നുന്നുണ്ട്, അറിയാത്തവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കിടിലായിട്ടും തന്നെ കിടിലൻ ട്രിക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ FFൽ ഇപ്പോൾ മാക്സിമം ആൾക്കാർ ഫ്രീ ഫയർ കളിക്കുന്ന മാക്സിമം ആൾക്കാർ ഗ്ലൈഡർ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയിക്കാൻ മാക്സിമം എത്ര ഹൈറ്റിൽ പോകുന്നു അപ്പോൾ തന്നെ ഗ്ലൈഡർ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാം നമുക്ക് ഏറെക്കുറെ അറിയിക്കാറ്. അപ്പം ഞാനെന്ന വീഡിയോയിലൂടെ ഏറ്റവും ഹൈറ്റിൽ നമുക്ക് വീടിൻ്റെ മുകളിൽ ഗീസ് നമുക്ക് നമ്മുടെ ഫാക്ടറിൻ്റെ മുകളിൽ കയറാം എന്നല്ല കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മളിന്ന് വീഡിയോയുടെ നോക്കാൻ പോകുന്നത് ഈ ഗ്ലൈഡർ വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് ആട്ടോ. കുറച്ചൊന്നുമല്ല, ടോപ്പ് കിടിലൻ ട്രിക്ക് ആട്ടോ. ഓക്കെ, ഒരു ട്രിക്കാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ സോളൊക്കെ ആയിട്ട് കളിക്കുകയാണെങ്കിൽ റാങ്ക് പുഷ് ചെയ്യാനും ആവും. നമ്മൾ സ്കോഡായിട്ട് കളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കോഡായിട്ട് കളിക്കാൻ നമ്മൾ ടീമേറ്റ് ഒക്കെ ഡെഡ് ആവൊക്കെ ആണെങ്കിൽ ഗ്ലൈഡർ വെച്ചുകൊണ്ട് ആരും കാണാതെ പോയിക്കൊണ്ട് നമുക്ക് വെൻഡിങ് മെഷീൻ യൂസ് ചെയ്യാനും ഒരു രക്ഷയുണ്ടല്ലോ. കിട്ടിയിലായിട്ട് ആവത്തെ നമുക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ സ്ഥലം മാറി കളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ സർവൈവ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ, റഷ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർക്കോട്ടെ, എല്ലാവർക്കും ഈ ട്രിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറും. കിട്ടിലായിട്ടും തന്നെ കേട്ടോ. അപ്പം ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് സോളായിട്ട് തന്നെ കേട്ടോ. സോളായിട്ട് റഷ് ചെയ്തിട്ടാണ് ഞാൻ ഗെയിം പ്ലേ കാഴ്ച വെച്ചിട്ടുള്ളത്. ഞാൻ റാങ്ക് പുഷിങ് ഒന്നും അല്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് റാങ്ക് പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യുക. അപ്പോൾ നല്ല കില്ലൊക്കെ അടിച്ചുകൊണ്ട് കിടിലനായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. എന്തായാലും കുറേ നാളൊന്നും നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ FFൽ ഗ്ലൈഡർ കുറേ നാളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ കുറച്ച് ലിമിറ്റ് ഉണ്ടാവുക. ആ ടൈമിൽ മാക്സിമം റാങ്ക് പുഷ് ചെയ്യാനൊക്കെ നോക്കുക, മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ന്യൂ ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ അപ്ഡേറ്റ് നമുക്കൊരു ഇൻവെസിബിൾ ആയ ക്യാരക്ടർ കൊണ്ടുവന്നല്ലോ, ഇങ്ങനെ മറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ക്യാരക്ടറിനെ യൂസ് ചെയ്യുക. നമ്മൾ മോറിസ് ക്യാരക്ടർ, പേര് മോറിസ് തന്നെയല്ലോ. ഓക്കെ, ആ ക്യാരക്ടറിനെ യൂസ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ക്യാരക്ടറിനെ ആഡ് ചെയ്ത ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഗ്ലൈഡർ യൂസ് ചെയ്യുക. ഓക്കെ, ഗ്ലൈഡർ യൂസ് ചെയ്യുന്ന ടൈമിൽ ഗ്ലൈഡർ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ സ്കില്ല് ആക്റ്റീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പണിയാവും, നമുക്ക് സ്കില്ല് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ ക്ലിപ്പിൽ ഒന്നുകൂടി വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കുക, ധൃതി പിടിച്ച് കാണിക്കാതെ നിങ്ങൾ വീഡിയോയിൽ നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഹൈറ്റുള്ള സ്ഥലത്ത് പോവുക. ഫസ്റ്റിൽ തന്നെ ഗ്ലൈഡർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് പോവുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്യുക. അപ്പോൾ ജമ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗ്ലൈഡർ ബട്ടൺ ഞെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിൽ ബട്ടൺ യൂസ് ചെയ്യുക. അതിന് ശേഷം ഗ്ലൈഡർ ബട്ടൺ ഞെക്കുക കേട്ടോ. ആ ടൈമിലാക്കാരെ ഇത് വർക്ക് ആവും കേട്ടോ. അപ്പോൾ എന്നിട്ട് കിട്ടിയില്ല ട്രിക്കാണ് എങ്കിൽ പോലും ഞാനിവിടെ ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു. അപ്പോൾ ഞാനിവിടെ ഇറങ്ങിക്കൊണ്ട് 2 എണ്ണത്തിന് അടിച്ചിടുന്ന വിചാരിച്ചിട്ട് റാങ്ക്ഡ് മാച്ചാണ്. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ തെറ്റി, എനിക്ക് ആ കണ്ടന്റിൻ്റെ മുകളിൽ ഇറങ്ങാൻ പറ്റിയില്ല. വീണ്ടും റിട്ടേൺ ആയിട്ട് തിരിഞ്ഞുകൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ എനിക്ക് എൻ്റെ കണക്കൂട്ടിൽ തെറ്റിയിട്ട് അപ്പോൾ അവൻ നേരെ കണ്ടെയ്നറിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ തലക്കിട്ട് അടിച്ച് ഞാൻ ഡെഡായിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഐഡിയയിൽ കളിക്കാണ്ട് നല്ല കില്ല് അടിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം മാച്ച് പോയി എടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഹൈറ്റിലേക്ക് പോകാൻ നോക്കാം. വളരെയധികം ഹൈറ്റിൽ പോയിന്റ് പറക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ FFൽ ഫസ്റ്റ് ടൈമായിട്ടൊക്കെ ഗ്ലൈഡർ വന്ന ടൈമിൽ അപ്പോൾ ഏകദേശം ഞാൻ പറയുന്നത് 2020 2021 കാലഘട്ടത്തിലൊക്കെ നമുക്കിത് വർക്കായിട്ടുണ്ടായിരുന്നു. ഓൾഡ് ടൈമിൽ നമുക്ക് ശരിക്കും നമ്മളെ BR മാച്ചിൽ തന്നെ നമുക്ക് ഹൈറ്റിൽ പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലോഞ്ചിങ് പാഡൊക്കെ വെച്ചുകൊണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെയധികം ഹൈറ്റിൽ റിയൽ ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മളെ ഇൻ ഗെയിമിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ട്രിക്ക് വർക്കാവുന്നില്ല, പോകാൻ പറ്റില്ല. ലോഞ്ചിങ് പാഡിലൊക്കെ അതിൽ നമ്മളിങ്ങനെ ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചാൽ തോന്നുന്നു അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഹൈറ്റിൽ പോകാൻ പറ്റുമോ വെച്ചാൽ തന്നെയല്ലേ, പഴയ പോലെ പോകാൻ പറ്റുമോ വെച്ചാൽ നിങ്ങൾ കുറേ ആൾക്കാർ ആ വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പോകാൻ പറ്റുമോ വെച്ചാൽ പോകാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു മോഡ് ക്രാഫ്റ്റ് ലാൻഡ് മാപ്പിൽ ക്രാഫ്റ്റ് ലാൻഡ് ഉണ്ടല്ലോ, അതിലൊരു മാപ്പ് ആടിയിട്ടുണ്ട് ന്യൂ ആയിട്ട്. ആൾ ഇൻ വൺ ബീസ്റ്റ് മോഡ് എന്നാണ് പേരിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവുക നമുക്ക് ഏറ്റവും അടിയിൽ കാറ്റഗറിയിൽ ഏറ്റവും അടിയിൽ കേട്ടോ. ഇതുപോലെ ക്രിമിനൽ ബണ്ടിൽ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരൊക്കെ ഐക്കണൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ അത് നേരെ ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് വെച്ചുകൊണ്ട് ഓക്കെ ഈ മാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഹൈറ്റിൽ പറക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നോക്കുക, നേരെ ഡൗൺലോഡ് ആയല്ലോ. അപ്പോൾ നേരെ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം നോക്കണം, എൻ്റെ അത് പാസ്വേഡ് എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ പാസ്വേഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പാസ്വേഡ് നോക്കുകയാണെങ്കിൽ G11 ഓക്കെ G11 089 കേട്ടോ. അപ്പോൾ ഇതാ കോഡ് ഉള്ളത്.
അത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കൺഫേം ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ മാപ്പ് അൺലോക്ക് ആയിട്ടുണ്ട്, നേരെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്, കുറേ അധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള, ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൈഡ് ഇതിൽ കാണാൻ പറ്റും. ഗ്ലൈഡർ കേട്ടോ, നോർമലാണ്, നമ്മളിപ്പോൾ FF-ലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൈഡറാണ് ഇതിൽ കാണാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ പറക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അതർ ഐറ്റംസിലാണ് കാണാൻ പറ്റുക, നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പറക്കാൻ പറ്റും. നമ്മൾ സാധാരണ പോലെ കേട്ടോ, നമ്മൾ സാധാരണ ഗ്ലൈഡറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് പറക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റിൽ പറക്കുന്നതല്ലേ ബ്രോ പറഞ്ഞു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കും, എന്തായാലും ചോദിക്കും, നിങ്ങൾ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റിൽ പറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഗ്ലൈഡറല്ല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മറിച്ച് നമ്മൾ ന്യൂ ആലൊരു ഗ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് ന്യൂ ആലൊരു സൂപ്പർ ഗ്ലൈഡർ ഉണ്ട്. ഓക്കെ, ആ ഗ്ലൈഡർ യൂസ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഹൈറ്റിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് നിന്ന സ്ഥലത്ത് നിന്ന് പറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹൈറ്റ് ഏരിയയിൽ പോയിക്കൊണ്ട് ജമ്പ് ചെയ്തുകൊണ്ട് പറക്കണം. നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ പറക്കുക, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കുകയാണ്, നമ്മൾ ഐറ്റംസിലെ സെക്ഷൻ ഉണ്ടാകും, അതിൽ നിൽക്കുകയാണ് ഇപ്പോൾ സൂപ്പർ ഗ്ലൈഡർ ഇതുപോലെ ടച്ച് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ജമ്പ് ചെയ്തുകൊണ്ട് ഡബിൾ ടാപ്പ് നിന്നോർത്ത് തന്നെ ജമ്പ് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ ഗ്ലൈഡറിൻ്റെ ഐക്കൺ വരുമല്ലോ നമ്മൾ ജമ്പ് ചെയ്യുന്ന ഭാഗത്ത്, അതിൽ ഞെക്കിയാൽ മതി. ഓ ഗേസ്, നിങ്ങൾ കാണണ്ടാവും ഒറ്റയടിക്ക് പറന്ന് പൊന്തിട്ടോ. അത് എത്ര ഹൈറ്റ് നിങ്ങൾ നോക്കുക, വളരെ ഹൈറ്റിലാണല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും, ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എത്ര നേരം വേണമെങ്കിലും പറക്കാൻ പറ്റും, നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ മാപ്പ് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് എവിടെ ലാൻഡ് ഉണ്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ചെയ്ത പോലെ തന്നെ ഗ്ലൈഡറിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ അവിടെ ലാൻഡ് ആവും. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വേഗം വീണ്ടും പഴയതുപോലെ തന്നെ പറക്കും ചെയ്യും കേട്ടോ, ഹൈറ്റിൽ പറക്കും ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല, നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.